ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ പ്രളയജലം വെള്ളാർമല മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. മരത്തടികളും പാറക്കല്ലുകളും നിറഞ്ഞതോടെ വെള്ളം ഒഴുകിപ്പോകാതെ നിറഞ്ഞു നിൽക്കുകയാണിവിടെ. വീടുകളിലെല്ലാം ചെളിയും മണ്ണും അടിഞ്ഞു കിടക്കുകയാണ്. ആളുകളെ ഒഴിപ്പിച്ചതുകൊണ്ട് ആളപായം ഇല്ലെന്നതാണ് ഏക ആശ്വാസം. വെള്ളാർമല വില്ലേജ് മേഖലയിൽ മരങ്ങൾ അടിഞ്ഞതിന് തൊട്ടടുത്തുള്ള വീടുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇവിടെയൊക്കെ വീടുകൾ ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ എല്ലാവരും തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നേരത്തെ മാറിയതുകൊണ്ട് ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ കാണാം. ഇത് ആ പുഴയിൽ നിന്നും അടിച്ചു കയറിയ ഉരുൾ വെള്ളവും അതേപോലെ തന്നെ വലിയ മരക്കഷ്ണങ്ങളും തടികളും വൃക്ഷങ്ങളും ഒക്കെ ഇവിടെ നിറഞ്ഞപ്പോൾ അവിടെ നിന്നും ഈ വെള്ളം നേരെ അടിച്ച് കയറിയത് ഈ വീടുകളിലേക്കാണ്. ഈ വീടുകളിലൂടെ നേരെ ഇതിന് മറുവശത്തേക്ക് അവിടെ ഒരു തോടൊഴുകുന്നുണ്ട്. ആ തോടിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ഇതവിടെ കാണാൻ പറ്റും. നമുക്ക് വീട് മുഴുവൻ ചളി നിറഞ്ഞിരിക്കുകയാണ്. വീടിന്റെ ഉള്ളിലേക്ക് ആൾക്കും പ്രവേശിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലാത്രത്തോളം ചളി നിറഞ്ഞ് എല്ലാം ചളി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ആ ചുമരിൽ കാണാൻ എത്രത്തോളം ഉയരത്തിലാണ് ഇവിടെയൊക്കെ വെള്ളം കയറിയത് എന്നുള്ളത്. നമുക്ക് ഇതിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ഒരു വീട് കൂടി ഇതേപോലെ പകുതിയോളം വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ നിന്നും നേരെ അപ്പുറത്താണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം തെരച്ചിലൊക്കെ നടക്കുന്ന ഒരു പ്രദേശം. അവിടെ മുമ്പുണ്ടായിരുന്ന തോടിന് വശത്തായിട്ട് മറ്റൊരു തോട് കൂടി ഇപ്പോൾ ഒഴുകുന്നുണ്ട്. അത് ഗതിമാറി ഒഴുകിയ പുഴയുണ്ടാക്കിയ മറ്റൊരു വഴിയാണ്. അതിൻ്റെ തീരത്താണ് ഇപ്പോൾ പരിശോധന കൂടുതലായിട്ടും നടക്കുന്നത്. ഇവിടെ വലിയ ദുഷ്കരമാണ് ഇവിടേക്ക് എത്തിച്ചേരുക. NDRFും മറ്റും ഇവിടെ തന്നെ പരിശോധനകൾ തുടരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലാണ് ഈ വീടുകളുടെയൊക്കെ അവസ്ഥ. ഇവിടെ ആരും അപകടത്തിൽ ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഈ മേഖലയിൽ ആശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ നമ്മൾ എത്തുന്ന ഈ ഇടത്ത് ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നത് കാണാം. ഈ കൈത്തോട് ഈ ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടായതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ കാണുന്നത് മുമ്പ് ഇങ്ങനൊരു കൈത്തോട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനപ്പുറത്തായിരുന്നു ഈ പുഴയുടെ കൈവഴിയായിട്ടുള്ള തോട്. ഇത് ഈ ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ ഒരു കൈത്തോടാണ്. ഇതിൻ്റെ തീരത്തും ഇപ്പോൾ വിപുലമായ തെരച്ചിലാണ് നടക്കുന്നത്. JCB ഉപയോഗിച്ച് അവിടേക്ക് വഴിവെട്ടി വന്ന് ഓരോ പ്രദേശവും അരിച്ച് പെറുക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാണെങ്കിലും ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടലിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഓരോ മേഖലയിലേക്കും കടന്നു ചെല്ലുമ്പോൾ വ്യക്തമാകുന്നത്. അഖിലോട്ട് പറയപ്പം CB അനുമോദ്, News 18.